നമസ്കാരം, ഞാൻ പ്രതാപൻ. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലെ ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ്. അതായത് മുതിർന്നവരുടെ ജനസംഖ്യ വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ആ കാരണത്താൽ തന്നെ മുതിർന്നവർക്ക് വേണ്ടിയുള്ള വെൽഫെയർ, ക്ഷേമ പ്രവർത്തനങ്ങളും സംരക്ഷണ പ്രവർത്തനങ്ങളും നടത്തുവാൻ പോലീസും ആരോഗ്യവകുപ്പും ഒക്കെ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ്. മുതിർന്നവരുടെ ജനസംഖ്യ ഏതാണ്ട് 20% ഉയർന്നിട്ടുണ്ട്. ഈ കേരളത്തെ ഇന്ത്യയിലെ ഗ്രേയിങ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മുതിർന്ന പൗരന്മാരുടെ കോൺസെൻട്രേഷൻ ഉള്ളത് പത്തനംതിട്ട ജില്ല, ഇവിടെ തിരുവല്ല തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. ഇത് ഔദ്യോഗികമായി നമുക്ക് കിട്ടുന്ന ഒരു കണക്കാണ്. അതേസമയം അനൗദ്യോഗികമായി കിട്ടുന്ന കണക്ക് ചില റെസിഡൻസ് അസോസിയേഷനുകൾ പറയുന്നത് അവരുടെ പരിധിയിൽ വരുന്ന, അപ്പോൾ അവിടെ താമസിക്കുന്നവരിൽ ഏതാണ്ട് 70% മുതിർന്ന പൗരന്മാർ മാത്രമാണ് എന്ന് പറയുന്നു. വോട്ടേഴ്സ് ലിസ്റ്റിലും കണക്കിലും ഒക്കെ ചെറുപ്പക്കാരുണ്ടെങ്കിലും അവരൊന്നും ഇപ്പോൾ സ്ഥലത്തില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. പലരും ഒറ്റയ്ക്ക് ഭാര്യ ഭർത്താവുമായിട്ടും ചിലപ്പോൾ ഭർത്താവ് മാത്രമായിട്ടും ഒക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഈ ഗൃഹനാഥൻ, മുതിർന്ന പൗരൻ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിലും അതേ കോമ്പൗണ്ടിൽ തന്നെ മക്കൾ വീട് വെച്ച് താമസിക്കുന്ന അവസ്ഥയുമുണ്ട്. അപ്പോൾ അയാൾ 100% ഒറ്റപ്പെട്ടു എന്ന് പറയാൻ കഴിയുകയില്ല. ഈ മുതിർന്നവരോടുള്ള കാഴ്ചപ്പാടിൽ ഒരു മാറ്റം ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം പെൻഷനാകുന്നതോടുകൂടി അയാളുടെ പണത്തിലും പദവിയിലും കുറവുണ്ടാകുന്നു എന്നുള്ളതാണ്. സ്ഥിര ജോലി ഉണ്ടായിരുന്ന ആൾക്ക് പെൻഷൻ കിട്ടുമായിരിക്കും. അവർക്ക് കൂടുതൽ സ്നേഹവും സഹകരണവും കുടുംബാംഗങ്ങളിൽ നിന്ന് കിട്ടുന്നു. എങ്കിലും കുറച്ച് വീണ്ടും വയസ്സായി കൊണ്ടേയിരിക്കുന്ന അവസരത്തിൽ അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു. അതുമൂലം അവർ ഒരുപക്ഷെ അവരുടെ മൊബിലിറ്റി ഇല്ലാതാകുന്നു. അങ്ങനെ വീട്ടിനുള്ളിൽ അടയ്ക്കപ്പെടുന്നു, വീട്ടിനുള്ളിൽ താമസിക്കാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് അവരുടെ സാമൂഹ്യ ബന്ധം ഒരുപക്ഷെ അവർ നഷ്ടപ്പെടുകയാണ്. ഇതൊക്കെ ഒരു പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഇത് ഓരോ സ്ഥലത്തും അനുസരിച്ച്, ഓരോ കാലത്തും ഓരോ സ്ഥലവും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. വ്യത്യാസപ്പെടാനുണ്ടാകുന്ന കാരണങ്ങളൊന്ന് പ്രായമാണ്. പ്രായം 60 മുതൽ 70 വയസ്സുള്ള ഒരാളിന് കുറച്ചുകൂടെ സ്റ്റാറ്റസും വിലയും ഒക്കെ കൊടുക്കും. പ്രായം കൂടുമ്പോൾ 80 കഴിയുമ്പോൾ പിന്നെ ആരും വില കൽപ്പിക്കാറില്ല. അതുപോലെ വിദ്യാഭ്യാസ നിലവാരം, നല്ല വിദ്യാഭ്യാസമുള്ള ഒരാൾ മുതിർന്ന പൗരനാകുമ്പോൾ അയാളുടെ ആരോഗ്യവും മാനസികാരോഗ്യവും ഒക്കെ സംരക്ഷിക്കാനുള്ള അറിവും കഴിവും ഒക്കെ അയാൾ ആർജിച്ചിരിക്കും. അതുപോലെ സാമ്പത്തിക നില തീരെ കുറഞ്ഞ കുടുംബങ്ങളിലെ മുതിർന്നവരുടെ കാര്യം നടപ്പാക്കുന്നതിന് അവർക്ക് ബന്ധുക്കളെയോ മക്കളെയോ 100% ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലുള്ളവർ അവർക്ക് ആശ്രയിക്കേണ്ടി വരുന്നില്ല, പക്ഷേ ആളില്ല എന്നുള്ളതാണ്, ആൾക്കാർ സ്ഥലത്തില്ല എന്നുള്ളതാണ്. പണവും വീടും എല്ലാം ഉണ്ടെങ്കിലും ഇപ്പോൾ വീട്ടിലെ ഇവരുടെ ഭക്ഷണം, താമസം ഒക്കെ നോക്കാൻ എല്ലാവർക്കും സാധിക്കുന്നില്ല. പണം കൊടുത്ത് ആൾക്കാരെ നിർത്തേണ്ട അവസ്ഥയാണ്. ഹോം നേഴ്സുമാരെ നിർത്തിയാണ് അവരുടെ ആരോഗ്യകാര്യങ്ങൾ നോക്കുന്നത്. സാമൂഹികമായി ചില മുതിർന്ന പൗരന്മാർ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ
ഞാൻ പറഞ്ഞു വന്നത് ഒരാളിൻ്റെ പ്രായം, അയാളുടെ വിദ്യാഭ്യാസം, അയാളുടെ സാമ്പത്തിക നില, അയാളുടെ കുടുംബ ചുറ്റുപാട് ഒക്കെ അനുസരിച്ച് അയാളുടെ നിലയും വിലയും വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളതാണ്.